മക്കളെ ഓണക്കാറ്റടിക്കുന്ന കണ്ടാ പക്ഷെ ഇപ്രാവശ്യത്തെ ഓണാഘോഷം കൊറോണ കൊണ്ടുപോയി. പക്ഷെ എന്നാലും അന്തരീക്ഷം ഓണം കളിക്കുന്നുണ്ടാ കണ്ടാ അന്തരീക്ഷം മൊത്തം ഓണം. അച്ഛനും മോളും കൂടെ ഒരു സല്ലാപം. അല്ല ചിങ്ങം വന്നപ്പോഴേ പൊൻകതിരും വന്ന് കുളിർക്കാറ്റും വന്നു. ഓഹോ ഭയങ്കര തുള്ളലാണല്ലേ. ആ ദേ വരണുണ്ടല്ലോ പട്ടാളം. അവരോടെ പോയത്? അവര് ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ പൂവറിക്കാൻ വേണ്ടി പോയത് അത്തക്കളുടെ. ആണാ? അതെങ്കിലും കണ്ടോണ്ട് മര്യാദക്ക് ഇരിക്കാം, വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല. കേട്ടാ അച്ഛാ നല്ല പ്രകൃതിദത്തമായ പൂക്കളല്ലേ അച്ഛാ? അച്ഛോ ബാച്ച പൂക്കളിടാ. നിങ്ങൾ ഇതിനെ അങ്ങോട്ട് ഇറങ്ങി വിടട്ടാ, എല്ലാം കൂടെ റെഡിയാക്കി തരും. വിടട്ടാ എടാ ആദ്യത്തെ ദിവസം ഇടേണ്ടത് മറ്റേ ഇതാ തുമ്പപ്പൂവാണ് ഇടേണ്ടത്. തുമ്പപ്പൂ 4-5 കിട്ടിയുള്ളൂ. തുമ്പപ്പൂ ഇവിടെ കിട്ടൂല, പാറവിടെ ഏരിയ തുമ്പപ്പൂ കിട്ടൂല. തുമ്പപ്പൂ ഇടുന്ന സ്ഥലമുണ്ട്, പടവലത്ത് പറമ്പ് കിട്ടും. നിങ്ങൾ പോയി പറിച്ചുണ്ടോ? വരുമ്പോ കുട്ടമ്പളാണ് വിളിച്ചിട്ടുണ്ടോ? തുമ്പിയുള്ള ആളിലായിരിക്കും ഇവിടെ. പറ്റിയ ഒരാള് നെയ്യാറ്റെങ്കിലും ഇരിപ്പുണ്ട്, പിന്നെ എന്തിനാ പടവലം വരെ പോണേ? തമ്പി തുമ്പി തുള്ളൂല. അയ്യോ ഇത്രയും പൂവനെ പറിക്കാൻ പറ്റ പാട് ഞങ്ങൾക്കറിയാം. ചേട്ടാ ഹായ് അത്തം. എന്താണ് അത്തം? അയ്യോ ആദ്യം കാണാണല്ലേ. അല്ലമ്മേ, കഴിഞ്ഞ ഓണത്തിന് ഞങ്ങളുടെ റെസിഡൻസിൽ അത്തം ആഘോഷിച്ചായിരുന്നു. അപ്പൊ ഞാനാ പൂക്കളത്തിന്റെ ഡിസൈൻ ഒക്കെ ഇട്ടത്. പൂക്കളൊക്കെ എവിടെ തൊപ്പിച്ച്? പ്ലാസ്റ്റിക് പൂവ് ഇട്ടത്. അതാകുമ്പോ തിരിച്ചും മറിച്ചും 10 ദിവസം അങ്ങ് ഇടാലോ, ചീത്തയായി പോവില്ലല്ലോ പൂക്കൾ. പ്ലാസ്റ്റിക് ആയി. അതായത് അത്തോട്ടിറങ്ങി വേണം നമുക്ക് തുമ്പ വേണം, പിന്നെ തുളസി വേണം, പിന്നെ നമ്മളെ ഭഗവാൻ കതിര് വേണം, പിന്നെ മുക്കൂറ്റി വേണം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വേണം. ഭഗവാൻ കതിര ഭഗവാൻ കതിര അറിഞ്ഞൂടെ? ഇല്ല. ഈ മറ്റേ നമ്മളെ പടവല അത്തം ഇതായിരിക്കണം ചോദിച്ചു നോക്ക്. ഭഗവാൻ കതിര് പറഞ്ഞു പറയേ, നീ ഭയങ്കര സ്പെഷ്യൽ അത്തം കിട്ടണല്ലേ പടവലത്ത്? എനിക്ക് ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. പടവല അത്തക്കാരി പറഞ്ഞു അറിഞ്ഞൂടെ? ഇല്ല. ഞാൻ ഇപ്പൊ നോക്കി അവളെ കൊണ്ട് പറയിപ്പിക്കല്ലേ നോക്കുന്നില്ല. ആഹാ ഭഗവാൻ കതിര് അറിഞ്ഞൂടാ, ഇവിടെ അവളെ കൂടെ കൂട്ടി അർത്ഥം ഇട. ഭഗവാൻ കതിര് അറിഞ്ഞൂടാന്ന്. ഭഗവാൻ കതിര് അറിഞ്ഞൂടെങ്കിൽ പിന്നെ അറിയാമോ? ചോദിച്ചാലോ? ചോദിക്കണ? ആ എനിക്കെന്തോ അറിയണ ഭയങ്കര ആഗ്രഹം. ചോദിച്ചാലോ? ചോദിച്ചിട്ട് വരാം. നിങ്ങൾ തന്നെ പൂജേച്ചി പോയിട്ടേ ചോദിച്ചിട്ട് വരട്ടാ. അച്ഛാ അച്ഛാ ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്ക, എന്തീ ഭഗവാൻ കതിര്? ഭഗവാൻ കതിര് എന്റെ പൊന്നു മക്കളെ പ്രയോജനം ചോദിച്ചു അറിഞ്ഞൂടെ? അറിഞ്ഞൂടെ അറിയണമെന്ന് പറഞ്ഞ ജാടാണിച്ച് അവിടെ നിന്ന് മുങ്ങണെന്തിനാണ്? ആണില്ല ഈ പിള്ളേരെ പോലെ പറയണെന്ന്. അറിയോ 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 എന്ന് എത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ ചോദിച്ചത്. മോളെ ഈ ഭഗവാൻ കതിരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കയ്യാല പുറത്ത് കാണുന്ന ഒരു പുല്ല്, അത്രേ ഉള്ളൂ. അയ്യോ കയ്യാലെ അറിയില്ല. എന്റെ കൊച്ചെ കയ്യാല കണ്ടിട്ടില്ല? മണ്ണുകൊണ്ട് കിട്ടിയിട്ടുള്ള മതിലില്ല നമ്മള് അവിടെ പടവലത്തൊക്കെ ചെല്ലുമ്പോ കണ്ടിട്ടില്ലേ? അവിടെ വലിയ പോലെ മറ്റേ അതിന്റെ പുറത്ത് ഈ മഴക്കാലത്ത് പച്ചക്കളറില് പുല്ല് പോലെ തിക്കായിട്ട് കുറച്ച് ഇല കിളിച്ചു വരും, പുല്ല് പോലെ ഇരിക്കും. അതിനാണ് ഈ ഭഗവാൻ കതിരെന്ന് പറയണത്. അച്ഛാ ഈ പറഞ്ഞതല്ല സത്യമാണോ? അമ്മ പറഞ്ഞതല്ല സത്യമാണോ? സത്യമാണോ ചോദിച്ചാ ഏകദേശമൊക്കെ. ഓ അങ്ങനെ പൂർണ്ണമായിട്ട് സമ്മതിച്ചു തരാൻ പറ്റില്ല അല്ലേ? കുറച്ചും കൂടെ ആണ് വിളമ്പട്ടെ ഭഗവാൻ കത്തിരി. നീ അതിന് കളക്കല്ലേ? എന്നാ പിന്നെ പൂജമൊക്കെ പറഞ്ഞു കൊടുക്ക്. പൂജമൊക്കെ ഈ അത്തത്തിലെ കുടകുത്തൊന്ന് പറഞ്ഞു കൊടുത്തേ. കുടകുത്തോ? എന്താ അത്തത്തിലെ കുടകുത്ത്? എനിക്കറിയില്ല അച്ഛാ, പറഞ്ഞു. തരത്തിനൊത്ത് കളിയടി, ചെറിയ ചീള് ചോദ്യങ്ങളൊക്കെ കൊച്ചു പാറുകുട്ടി പറയും. അത്തത്തിലെ കുടകുത്താക്കറിയൂടാ, പറഞ്ഞു കൊടുക്ക്. അറിയില്ല അറിയില്ല, അങ്ങനെ വെറുതെ വിട്ടാക്കൊള്ളില്ലല്ലോ. ബാ ചോദിക്കാം. അങ്ങനെ പോയാലെങ്ങനെയാ? പറഞ്ഞിട്ട് പോ. പറഞ്ഞു കൊടുക്ക്. ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഒരുപാട് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വർഷമായിട്ട് ഓണത്തിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഓണത്തിന് പറഞ്ഞു തരാൻ നിയമമൊന്നുമില്ല. എന്താ കുടകുത്തുള്ളൂ ചേച്ചി? ചുരുക്കം പറഞ്ഞ അച്ഛൻ ഇതിനെ പറ്റി വലിയ അറിവില്ലെന്ന് സാരം. കൊച്ചേട്ടൻ കണ്ടുപോയപ്പോ ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്.
പ്രാദേശികമായിട്ട് പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ പല വിധത്തിൽ അത് കൊണ്ടാടുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എന്തോന്ന് ബാക്കി പറ. അച്ഛാ ഈ മൊത്തം ഒന്നും പറയണമെന്നില്ല, ഈ പൊതുവായിട്ടുള്ളത് പറഞ്ഞാലും കുഴപ്പമില്ല. ബാക്കി എത്ര പ്രാവശ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊക്കെ. കാരണം നമ്മൾ അങ്ങോട്ട്, അതായത് നമ്മുടെ തെക്കോട്ട് തിരുവിതാംകൂർ സൈഡിലോട്ട് ഓണത്തിന് നമ്മൾ തുമ്പിതുള്ളു, അതായത് മധ്യ കേരളത്തിൽ ഇവിടെ എറണാകുളം തൃശ്ശൂർ ഇവിടുത്തെ ഭാഗത്തിന് പുലി കളിക്കും. പിന്നെ അങ്ങ് വടക്കോട്ട് അവിടെ നമ്മൾ കരിയെല്ലാം മാടാൻ, പിന്നെ പൊട്ടൻ, അതായത് പൊട്ടത്തെ ഗുളികൻ ഒക്കെ ചെയ്യും. പൊട്ടം കളിക്കാൻ എന്തോ പറഞ്ഞല്ലോ. ഇനി അത്തത്തിന്റെ 5-ാം ദിവസം ഈർക്കില് പൂ കുത്തിയിട്ട് അത്തത്തിൽ ഇങ്ങനെ കുത്തി വെക്കും, അതാണ് അത്തക്കുറ. പക്ഷെ 5-ാം നാളോട്ട് ഉത്രാടം വരെ അതുള്ളൂ, തെക്കേ കേരളത്തിൽ അതില്ല. അവിടെ വയ്ക്കണം. ഇനി തിരുവോണത്തിന്റെ തലേ ദിവസം തൃക്കാക്കരപ്പനെ വയ്ക്കും. എന്നിട്ട് തുമ്പക്കുട കൊണ്ട് മൂടും. എന്തിനാണെന്നറിയാമോ? എന്തിനാണ്? തൃക്കാക്കരപ്പനെ വരവേൽക്കാൻ. നിനക്ക് പൂവടന്നറിയാമോ? അതെനിക്കറിയാം. അരിയും ശർക്കരയും പഴം കൂടി ഉണ്ടാക്കുന്ന അടയല്ലേ. തിരുവോണത്തിന് രാവിലെ ആവണിപ്പലകയിൽ മുറുക്കാനും പൂവടയും കൂടി വെച്ചിട്ട് ഓണത്തപ്പിനെ വിളിക്കും. പക്ഷെ സൂര്യ ഉദിക്കുന്നതിന് മുമ്പേ വിളിക്കണം ഓണത്തപ്പ വായോ വായോ, അതാണ് പൂവിളി എന്ന് പറയുന്നത്. അറിയാലോ? അറിയാം. അച്ഛാ ഈ തെക്കോട്ടൊക്കെ ഇങ്ങനല്ലേ, ഈ തിരുവോണത്തിനന്ന് അത്തം മൊത്തം ഇലയിട്ട് മൂടിയിട്ട് അതിനകത്ത് അട ഒളിപ്പിച്ച് വെച്ചിട്ട് അമ്പെയ്ത് പിടിക്കണത്. കറക്റ്റ്. മറന്നിട്ടില്ലല്ലേ? എല്ലാം അറിയാം. അച്ഛാ വേറൊന്നുണ്ടല്ലോ, തുമ്പിതുള്ളന്നെ വേറൊരു പാട്ടുണ്ട്. എന്ത് വരുന്നത്? എന്റെ തുമ്പി തുള്ളാതിരിക്കണ ആള് പോലെ അലങ്കാരം പോലെ ഉറുമ്പൂട്ട് അറിയാമോ? ഉറുമ്പൂട്ട് നിസ്സാരം. ഉത്രാടത്തിന്റെ അന്ന് വീടിന്റെ 4 മൂലയിലും ഉറുമ്പിന് ശർക്കര വെച്ച് കൊടുക്കുന്ന രീതിയാണ് ഉറുമ്പൂട്ട്. കറക്റ്റ് അല്ലേ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ തെക്കും വടക്കും പടിഞ്ഞാറും എല്ലാം ഉള്ള ഓണം ഈ പാറമട വീടിന്റെ മുമ്പേ വന്ന് കളിച്ചില്ലേ? വിഷ്ണു നിന്നെ അല്ലേടേ തൃക്കാക്കരപ്പൻ എന്ന് പറഞ്ഞാ മഹാവിഷ്ണു. തൃക്കാക്കരപ്പൻ മഹാവിഷ്ണുവിന്റെ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് തൃക്കാക്കരപ്പൻ. അറിയാം നിനക്ക്? എടാ ഈ പുരാണം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷായുസൊന്നും പഠിച്ചാൽ തീരൂല. ഭാഗവതത്തിലും വിഷ്ണു പുരാണത്തിലും വാമന മഹാബലിയെ ചവിട്ടി താഴ്ത്ത കഥയേ ഇല്ല. അറിവില്ലാത്ത കാര്യത്തിൽ പാണ്ഡിത്യം കാണിക്കുന്നത് തന്നെ ഒരുതരം അറിവില്ലായ്മയാണ്. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതല്ലേ ബുദ്ധി. അച്ഛാ കൊറേ ഒന്നും എനിക്കങ്ങ് മനസ്സിലായില്ല. ബാക്കിയെല്ലാം മനസ്സിലായല്ലോ, അത് മതി. എന്തോ അമ്മ തിരുവോണത്തിന് മുന്നേ നമുക്ക് തിരുവാതിര കളിക്കണ്ടമ്മ. നിനക്ക് തിരുവാതിര അറിയൂ? പിന്നെ ഞങ്ങളുടെ റെസിഡൻസിലെ മിക്ക പരിപാടിക്ക് ഞാനായിരുന്നു ഫസ്റ്റ്. പുറകെന്നായിരിക്കുമല്ലേ ഫസ്റ്റ്? ശിവ നീ എന്നെ അങ്ങനെ കൊച്ചാക്കല്ലോടാ. അച്ഛാ ഒരാളെ കോമാളിയാക്കണതില്ലേ? ചിരിച്ചിട്ട് ഒരുപാട് ദിവസമാടാ. അമ്മ പറഞ്ഞാ ഞാൻ കളിക്കാം. അമ്മക്ക് പറയാൻ താമസം സമ്മതിച്ചു കൊടുക്കാം. ചേച്ചി കളിക്കട്ടെ. എവിടെ കളിക്കണം? നമ്മൾക്ക് കാണാം. കളിക്കട്ടെ. ശിവ നിനക്ക് പാട്ടറിയോ? പാർവണി എന്തു മുഖി തിരുവാതിര അറിയോ? പാടോ നീ? ഞാൻ കളിക്കാം. തുടങ്ങാം. പാർവണേന്ദു മുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. പാർവണേന്ദു മുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. അടുത്തൊരു വേണോ? അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. നല്ല കുട്ടിട്ടാ. താങ്ക് യു അമ്മ. മക്കളെ ഇത്രയും വെളിവുണ്ടെന്ന് അച്ഛൻ വിചാരിച്ചില്ല. സൂപ്പർ ഡാൻസ് ആയിരുന്നു. സൂപ്പർ ഡാൻസ് നന്നായിട്ട് കളിച്ചു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായിട്ട്. നീ കളിക്കടി ഇതുപോലെ. ചേച്ചി പഠിപ്പിച്ചത് ഞാൻ കളിക്കും. അപ്പൊ ഇത് കഴിഞ്ഞ് അടുത്ത കളി എന്ത് കളി? നമുക്ക് ഓണത്തല്ല് കളിക്കാം. ഓണത്തല്ലോ? അതെങ്ങനെ കളിക്കാ? അത് എല്ലാവരും ഇങ്ങനെ വളഞ്ഞ് നിൽക്കും. വട്ടടിച്ച് നിൽക്കും. അപ്പൊ നമ്മൾ ഒരാളെ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഒരാൾ അടിക്കുമ്പോൾ അതായത് അടി അടിക്കും. അപ്പൊ ആ ആൾക്ക് ഇങ്ങോട്ട് അടിക്കാൻ പാടില്ല. ബാക്കി അടിക്കാം. തിരിച്ചടിക്കാൻ പാടില്ല. അതാണ് തല്ലല്ല ഉന്തിടാൻ പറഞ്ഞില്ല. പിന്നെ അടിക്കാം.
തീർക്കണം. എന്നെ പിന്നെ അടിച്ച നീ നോക്കി കേട്ടോ പോടെ ഒരാൾ എത്ര കളി എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ കളിയല്ലേ? എന്താ എല്ലാം അടിച്ചിട്ട് ഓടണം? എല്ലാരും കൂടെ ഒരുമിച്ച് അടിച്ചാ എന്തൊരു പണിയാണ് കാണിക്കണത്? ഈ കൊറോണ ഒക്കെ വന്നു പോടാ, ആന്നൊരു പ്രശ്നമല്ല. പക്ഷെ പഠിച്ചില്ലെങ്കിൽ പണി വരപ്പുറത്ത് കിട്ടും. എക്സാം വരാൻ പോവല്ലേ? നീ എന്താ പഠിക്കാതെ കളിച്ചു കിടക്കുകയാണ്? ഒരു പടിയടാ അപ്പ പോടാ. ശരി ശരി. അച്ഛോ അച്ഛൻ എന്താ ഞാൻ അവിടെ നിങ്ങളെ കണ്ടില്ലേ? അല്ല മിണ്ടാതെ പോണു. ഭയങ്കര സന്തോഷത്തിനാണല്ല, എന്തോ ഗോളൊപ്പിച്ചിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങണ്ടേ? ഓണം വരല്ലേ, നേരത്തെ സാധനങ്ങൾ വാങ്ങാം. എന്ത് സാധനങ്ങൾ? പച്ചക്കറി സാധനങ്ങൾ വാങ്ങണ്ടേ? അത് പിന്നെ വാങ്ങിച്ചാൽ മതി. പിന്നെ വാങ്ങിക്കാൻ പറ്റില്ല, ഓണമായിട്ട് ഭയങ്കര തിരക്കേറി. ഇപ്പഴേ വാങ്ങിച്ചു കൂട്ടാ. അല്ലെങ്കിൽ കയ്യിലെ പൈസ ഉള്ളൂ. കാര്യം ഞാൻ തരാം. ആരുടെ കയ്യിലെ പൈസ? എന്റെ കയ്യിലെ പൈസ. പൈസ നിങ്ങൾക്ക് ഇപ്പൊ എവിടെ നിന്ന്? നവാസ് ഒരു കൊട്ടേഷൻ തന്നു. ഓണം കഴിഞ്ഞിട്ട് പണി ചെയ്ത് കൊടുത്താൽ നേരത്തെ അഡ്വാൻസ് തന്നു. ആ പൈസ കയ്യിൽ വാങ്ങിക്കാം. അച്ഛൻ കയറി വന്നപ്പോഴേ എനിക്ക് തോന്നി. തന്നെ തോന്നിയാ? എത്ര രൂപ കിട്ടി? എത്ര രൂപ കിട്ടി? നീ എന്തിനാ അറിയണേ? ചോദിക്കട്ടെ. എടി മറ്റേ വെളിച്ചെണ്ണ, പയർ, അല്ല പരിപ്പ്, അങ്ങനെയുള്ള വില കൂടിയ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കാം. ബാക്കി കിടിപിടി സാധനങ്ങളൊക്കെ നീ വാങ്ങിച്ചോ. പായസത്തിന് കിറ്റ് വാങ്ങിക്കണോ? വാങ്ങിച്ചോ. 2 ഏത്തക്കൊല 2 എടുത്ത് വാങ്ങിച്ചത് പറക്കാനും ഒന്ന് പഠിപ്പിക്കാനും. എവിടുന്ന്? ആ ജിതു ഏത്തക്കൊല കൊണ്ട് വരണുണ്ടായിരുന്നു അന്ന്. ജിതുവിന്റെ വാങ്ങിക്കാം. ഓക്കെ അവിടേക്ക് അവിടേക്ക്. അല്ല ഞാനിങ്ങനെ സാധനം മേടിക്കാൻ. എന്ത് സാധനം? പിന്നെ ഞാൻ ഷോപ്പിങ്ങിന് പോകണം. ഷോപ്പിങ്ങിനാ? ഞാൻ വരാം രാജാ. അല്ല ഞാൻ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങണം. പച്ചക്കറിയാ? അപ്പച്ചന് ഞാൻ വരാം, അപ്പച്ചന് ഹെൽപ്പ് ആവും. അല്ല ഈ മാർക്കറ്റ് മൊത്തം ഈ പച്ചക്കറി ചീഞ്ഞ് അടിച്ച് ബീഫിന്റെ ആറ്റവും മീനിന്റെ വേണ്ട അച്ഛൻ പോയിട്ട് പെട്ടെന്ന് തരാമേ. 1 2 മുടിഞ്ഞിട്ടോ. അച്ഛൻ വരുമ്പോ എന്തേലും കഴിക്കാൻ മേടിച്ചോണ്ട് വരുമോ? വാങ്ങിക്കോടാ, ഞാനിവിടെ ഉള്ളോണ്ട് എന്തായാലും വാങ്ങിക്കോ അച്ഛൻ. വേണ്ടാന്നേ, വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വാങ്ങിച്ചോണ്ട് വരണ്ട. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ചാൽ മതി. കൂടുതൽ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ചീത്തയായി പോവും. പച്ചക്കറിയൊക്കെ ചീഞ്ഞു പോകുന്നേ. എന്തിന്? അതൊന്നും വേണ്ട, അതൊന്നും മേടിക്കണ്ട. എന്റെ ബാലു, നിങ്ങളുടെ കയ്യിലിരിക്കണ പൈസ വെറുതെ കളയാണ്ട് ഇങ്ങോട്ടൊന്ന് വാ. ആ പൈസയും കൊണ്ടൊന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഓ ശരി. അച്ഛൻ ആ കയ്യിരിക്കണ പൈസ തീർക്കണം. അത് വേണം ഇത് വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. നിങ്ങൾ അച്ഛന്റെ കയ്യിൽ പൈസ വന്ന് അറിയാലോ. എങ്ങനെയെങ്കിലും അത് തീർത്തേ മതിയാവുള്ളൂ. അമ്മ ഇനിയിപ്പൊ അച്ഛൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരുന്നെങ്കിൽ മേടിച്ചോണ്ട് വരട്ടെ, നമുക്ക് ഞാൻ കഴിച്ചു തീർത്തോളാം. നീ മാത്രം കഴിച്ചു തീർക്കും, ബാക്കിയുള്ളവർക്ക് ആവശ്യത്തിനേ കഴിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ കാര്യമായിട്ട് എന്തോ തടഞ്ഞിട്ടുണ്ട് കേട്ടോ സംഭവം. അതാണ് അത് തന്നെ. എനിക്ക് സത്യം പറഞ്ഞ ഈ ആരുടെയും പൈസ ചോദിക്കാതെ മേടിക്കണത് ഇഷ്ടമല്ല. പക്ഷേ ഇതിപ്പോ മേടിച്ചില്ലെങ്കിൽ ശരിയാവില്ലടാ. അല്ലെങ്കിൽ അതങ്ങ് തീർക്കും. എങ്ങനെയും അത് മേടിച്ചെടുക്കണം. പറഞ്ഞു കൊടുത്തോ തലമട്ടം ഒക്കെ അടിക്കും ഞാൻ. അമ്മ എന്തായാലും അച്ഛൻ്റെ കയ്യിൽ പൈസ ഉള്ള സ്ഥിതിക്ക് കേശു അച്ഛനെ സോപ്പിട്ട് നിക്കത്തേ ഉള്ളൂ. എനിക്ക് പിന്നെ സോപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മുഖം ഒന്ന് വിഷമിച്ച അച്ഛൻ എനിക്ക് വേണ്ടാക്കി എനിക്ക് വാങ്ങിച്ചു തരും. എല്ലാം കണക്കുണ്ട്.
ക്യാഷോ എവിടെ ഒരൊറ്റ എന്നെ വിളിച്ചാ വിളിയാക്കൂല. അച്ഛോ അച്ചോ കൊറേ സാധനം ഉണ്ടല്ലോ എന്ന് വെച്ചത്. എല്ലാം ഉണ്ട്. പച്ചക്കറി പലചനം എല്ലാം ഉണ്ട്. ഇതിലൂടെ അമ്മാ ഇതെന്താ വാങ്ങിച്ചാ എല്ലാം? ഇത് വേറെ സാധനം. കൊറേ ഉണ്ടല്ലോ എല്ലാം കൂടി. എടിയോ ഓണമല്ലേ ഒന്നും നോക്കിയില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പച്ചക്കറി എല്ലാം ഉണ്ട്. എനിക്കേ അല്ലറയില്ലറ സാധനങ്ങൾ കുറച്ച് പൈസ തരണേ. ഞാൻ അടുത്ത് ഞാൻ തരാം അല്ലറയില്ലറ സാധനങ്ങൾ. പിന്നെ അല്ല പിന്നെ എന്തോന്നു എല്ലാം വാങ്ങിച്ചു. പിന്നെ അല്ലറയില്ലറ എന്തോന്നു എല്ലാ അല്ലറ ചില്ലറ സാധനങ്ങളും വാങ്ങിച്ചു. ഓ ഇത് കണ്ണ പിടിച്ച കൈ നോക്ക്. ഇതെന്തോന്നു? അതെന്തോന്നു? ഇത് നവാസിന്റെ പിള്ളേർക്ക് നവാസ് വാങ്ങി തന്നത്. അതിപ്പോ ഇവിടെ കൊണ്ടുപോയിക്കാൻ മതി. കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടെ വന്ന് എടുത്തോണ്ട് പോകും. അത് നവാസിന്റെ പിള്ളേർക്ക് കൊടുത്തത് നവാസിനെ അറിയാൻ പാടില്ലേ കൊണ്ടുപോകാൻ? അതിലാ വേറെ ഏത് സ്ഥലത്ത് പോകണം. അതുകൊണ്ട് എന്റെ തന്നെ വെച്ച് ഇവിടെ വീട്ടിൽ കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. നിനക്ക് നിക്കർ അല്ല നിക്കറല്ല അല്ല നിക്കർ മാറിപ്പോ നിക്കർ കാശൂരാണ്. നിനക്ക് ടീഷർട്ട് അല്ല നിനക്ക് ഷർട്ട്. നിനക്ക് ഷർട്ട് ഇട്ടാലേ ചോദിക്കുള്ളൂ. നിനക്ക് നിക്കറും ടീഷർട്ട് വാങ്ങിച്ച്. നിനക്ക് പട്ടുപാടാൻ ബോസും വാങ്ങിച്ച്. പിന്നെ മറ്റേ ഇളയ പൊടിച്ചിക്ക് ഫ്രാക്ക് വാങ്ങിച്ചു. അയ്യോ നിനക്ക് സാരി വാങ്ങി. ഓക്കെ അല്ല അപ്പൊ വേറെ ആർക്കും മേടിച്ചില്ല? വേറെ വാങ്ങിച്ചു. എനിക്ക് ഷർട്ട് കൂടെ വാങ്ങിച്ചു. അകത്തോണ്ട് പോയി. അല്ല അപ്പൊ വേറെ ഷർട്ട് വാങ്ങിച്ചു. എനിക്ക് ഷർട്ട് വാങ്ങിച്ചു. ചെല്ല എല്ലാവരും ചെല്ലു. അകത്തോട്ട് പോയി നോക്ക്. അകത്തോണ്ട് വേടി പോയി നോക്ക്. പിന്നെ നോക്കാം. പിന്നെ നോക്കാം. അകത്തോണ്ട് വെച്ച് നോക്ക്. അകത്തോണ്ട് വെച്ച് നോക്കാം. നീ പോയി നോക്ക്. പിന്നെ നോക്കാം. നോക്കട്ടെ. ഒരു സാധനം വാങ്ങിച്ചു നോക്കാൻ വലിയ മടിയാണ്. അടാ ആ പച്ചക്കറി എടുത്ത് അകത്ത് പോയി എടുത്തിട്ട് പോയിടാ. അങ്ങോട്ട് അരിച്ചോരി കെട്ടിക്കൊണ്ടിച്ച് ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് ആരും നോക്കാനും ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് അതിൻ്റെ അകത്ത് എല്ലാം കൂടെ ഫ്രിഡ്ജിനകത്തുണ്ട്. കഴി വൃത്തിയായി അല്ലേ ചേച്ചി? വാ നമുക്ക് റൂമിൽ പോയിരിക്കാം. ഇവിടെ ഇരിക്കണ്ട. ബാലു ബാലു എത്ര രൂപയായി എല്ലാം കൂടി ഡ്രസ്സിന്? ഡ്രസ്സിനെല്ലാം കൂടെ 10,000 രൂപയായി. 5000? എന്ത് എന്തിന് ഇത്രയൊക്കെ കാശിലൊക്കെ ഡ്രസ്സിന് വേണ്ടിട്ട്? ഇനി ഓരോരുത്തർ അവിടെ വന്നിട്ട് വാങ്ങിച്ചോണ്ട് പോണ കാണാം. 60,000 രൂപയ്ക്കോ 50,000 രൂപയ്ക്കോ 70,000 രൂപയ്ക്കോ കുന്നു കണക്കാണ് വാങ്ങിച്ചോണ്ട് പോണത്. ഈ ഓരോരുത്തരുടെ കാര്യമൊന്നും എനിക്കറിയാൻ നിൽക്കണ്ട. നമ്മളെന്തിനാ ഇത്ര ചിലവാക്കണം? നമ്മളതിലുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ പാടില്ലേ? എടി നമ്മളെ പിള്ളേർക്ക് ഒരു തുണി വാങ്ങിച്ചു കൊടുത്തിട്ട് നാളെ എത്ര ആയി? ഇപ്പൊ ഓണമല്ലേ, കൊറോണ ആയിട്ട് പുറത്തിറങ്ങാനും വയ്യ. അവർക്ക് മെന്റൽ സ്ട്രെസ് ഇല്ലേ? അപ്പൊ അവര് ഉള്ള പോലെ ആഘോഷിക്കിട്ട് പോകണം. അല്ല പിന്നെ തോന്നുന്നു. അല്ല അപ്പൊ വേറെ ആർക്കും എടുക്കാഞ്ഞത്? വേറെ ആർക്ക് ഞാൻ ഒരു കുട്ടമ്പളക്ക് 2 പട്ടുപോണം എടുത്തു. എല്ലാവരും തോന്നുന്നു എല്ലാ ഓണത്തിനും കസവും മുണ്ടും കാര്യത്തൊക്കെ വാങ്ങിച്ചു കൊടുക്കണല്ലേ. പിന്നെ അപ്പൊ അതിന്റെ ഇരട്ടി ഇങ്ങോട്ട് വാങ്ങിച്ചു തരുന്നുണ്ട്. അത് കടമ. അപ്പൊ ഇതും കടമ അല്ല പിന്നെ ചോദിക്കാൻ പറഞ്ഞ വണത്താട്ടെ. നീലുവേ എന്ത് നീ പൂജയുടെ ഡ്രസ് നോക്കിയാ? ഇഷ്ടപ്പെട്ടാ? പൂജയുടെ ഡ്രസ് ഇഷ്ടപ്പെട്ടാ? പൂജക്ക് ഡ്രസ് എടുത്തായിരുന്നോ? അത് ശരി. നീ ഇപ്പൊ നോക്കിയില്ലായിരുന്നാ? ഇനി എത്ര പ്രാവശ്യം വന്ന് പറഞ്ഞടിക്കാൻ വാങ്ങിച്ചോടുന്ന ഡ്രസ് നോക്കാൻ? അയ്യോ എന്നിട്ട് പറയാഞ്ഞത്? ആ ശിവാനിയുടെ ഡ്രസ്സിന്റെ കവർ ഉണ്ടല്ലോ, എന്റെ അകത്ത് പുതിയ ഡ്രസ് വാങ്ങിച്ചിട്ടുന്ന ഒരു നോക്കാൻ പറയാൻ നോക്കൂല. ഇവിടെ നിർത്തടാ. കണ്ടില്ലേ? എടടി അവളെ വിളി. പൂജ അച്ഛൻ വിളിക്കണേ. മകളെ ഓണൊക്കെ വരല്ലേ? ഓണക്കൊടിക്ക് എടുത്താ? ഇല്ല, അച്ഛൻ എടുത്തു തരായിരിക്കും. സമയമുണ്ടല്ലോ. ആണാ? എടുത്തു തന്നില്ല ഇതുവരെ? ഇല്ല, തരുമായിരിക്കും. പിന്നെ ചെല്ല്. മക്കളെ ഇത് അച്ഛന്റെ ഒരു ഓണ സമ്മാനം മക്കൾക്ക് ചുരിദാർ. എനിക്കാണോ അച്ഛാ? നോക്ക് കൊള്ളാം. നോക്ക് പോയിട്ടോ. വേഗം നോക്കിട്ട് അത് പൊളിച്ചാ? അത് പൊളിച്ച് എന്നെ പൊളിച്ചാ? ഞാൻ സഹിച്ചു കേട്ടാ. അത് പൊളിച്ച് പൊളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നന്നായി പോലും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടമായിട്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ മേടിച്ചില്ലാന്ന് വിചാരിച്ചിട്ടേ. ഇടി എന്തോന്നിട്ട് നീ പറഞ്ഞത്? നമ്മളെപ്പോഴും അച്ഛൻ അമ്മ വിളിച്ചിട്ട് കയറി പറഞ്ഞ കൊച്ചല്ലടി. അത് ഞാൻ വാങ്ങിക്കായിരിക്കും. വിളിച്ചോ പോയി വിളിച്ചോ. വാങ്ങിച്ചില്ലാന്ന് കേട്ടിട്ട് ഞാന് ഒന്നും തുറന്നു പോലും നോക്കിയില്ല.
കളിയാക്കല്ലേ അച്ഛാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അച്ഛാ ഡ്രസ്. ആ കളറും എല്ലാം എനിക്ക് കറക്റ്റ് അച്ഛാ. താങ്ക് യു അച്ഛാ. ശരി മക്കളെ. നന്നായിട്ടമ്മ ഡ്രസ് കറക്റ്റ് എനിക്ക്. അച്ഛാ ഞാൻ നാളെ വീട്ടിൽ പോയി വരുമ്പോഴേ അച്ഛൻ നല്ലൊരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അച്ഛാ. അല്ല അച്ഛന് ഷർട്ടൊന്നും വേണ്ട, അച്ഛന് അന്നു നനച്ചു കൊടുക്കണതാണ് അച്ഛന് വണക്കോടി. മക്കൾ അച്ഛന് ഷർട്ട് വാങ്ങിച്ചോട് കേട്ടാ. ചെല്ലേ നമുക്ക് സന്തോഷല്ലേ? നിങ്ങൾ ശരിക്കും പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ്. ഞാൻ പൊട്ടനാണ്, ശരിക്കും പൊട്ടനാണ്. പിന്നെ ബുദ്ധിമുട്ട് ഇതിനെ കിട്ടൂ. എടി എനിക്ക് തോന്നണേ കഴിഞ്ഞ ജന്മത്തില് എനിക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഈ ജന്മം ചറവറ മക്കള് വഴി പോണതും വരതും പോണതൊക്കെ എന്നെ അച്ഛ. എന്റെ പൊന്നു, ഇനി കണ്ണീരായി കരച്ചിലായി എല്ലാം തുടങ്ങും. കരച്ചല്ലേ പോവാ അവിടുന്ന് കരച്ചില്. ബാ ഡ്രസ്സ് കാണാം.